അവിടെ ഓണ സെലിബ്രേഷനകത്ത് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് അത് കണ്ടിട്ട് വരാം. പോയോ ഗൈസ്? അപ്പോൾ നമ്മൾ ആശ്രമത്തിൽ എത്തിയിരിക്കുന്നു. സൂപ്പർ. ധാരാളം പരിപാടി നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ. വണ്ടർഫോൾസിലേക്ക് ഇപ്പോൾ 5 to 10 years വരെയുള്ളവർക്ക് 150 rupees-ഉം 10 അതിലും കൂടുതലായിട്ടുള്ളവർക്ക് 199 rupees-ഉമാണ്. അപ്പോൾ നമ്മളങ്ങനെ ഈ ടിക്കറ്റൊക്കെ എടുത്തു. അതിലേക്ക് എൻട്രി ആണിത് കേട്ടോ. കണ്ടോളൂ. നമ്മളുടെ എൻട്രി കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് കയറുന്നത് നമ്മുടെ വണ്ടർഫാൾസിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും ഉയരവും നീളവും കൂടിയതുമായ സർറിയൽ വാട്ടർഫാൾസ്. വാവ്, വളരെ എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് കാണുമ്പോഴേ നമുക്ക് ആശ്ചര്യം തോന്നുകയാണല്ലേ. അപ്രത്യക്ഷമാകുന്ന വാട്ടർഫാൾസ് എന്നാണ് ഇതിനെ പറയുന്നത്. എന്ത് രസമാണെന്ന് നോക്കിയാൽ ഞാൻ ഹൈസൂട്ട് ഇത് കണ്ടപ്പോഴേ നമ്മുടെ ചപ്പലൊക്കെ ഊരിയിട്ടങ്ങോട്ട് വെള്ളത്തിലേക്ക് കയറി. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മളൊരു ഉച്ച തിരിഞ്ഞാണ് പോയത്. ഭയങ്കര തിരക്കൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റി, വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. കുറേ നേരം ഞാൻ വെള്ളത്തിൽ കളിച്ചു ഹൈസൂട്ടിയുമായിട്ട്. DJ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് എൻജോയ് ചെയ്യാം കേട്ടോ. പാട്ടൊക്കെ അനുസരിച്ച് ഇങ്ങനെ തുള്ളി 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 വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാവുന്നതാണ്. ഭയങ്കര രസമായിട്ട് അത് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ വളരെ ക്ലീനായിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് വാട്ടർ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട് അവർ. നൈറ്റായിരിക്കും, എനിക്ക് തോന്നുന്നു നൈറ്റായിരിക്കും കുറച്ചും കൂടെ രസകരമായിരിക്കും നൈറ്റ് കേട്ടോ. ഡേ നമ്മൾ പോകുന്നതിനെക്കാട്ടിയെ അത്ര എൻജോയ് ചെയ്യാം. കുറച്ച് നേരം ഇടയ്ക്കിടയ്ക്ക് അവർ ബ്രേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ വാട്ടർഫോൾസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് ബ്രേക്ക് ഇടുന്നുണ്ട്. അത് പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. 1 സൈഡ് തീരുമ്പോഴത്തേക്ക് 2 സൈഡും ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് തീരുമ്പോഴത്തേക്ക് അടുത്ത സൈഡ് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഭയങ്കര രസമായിരുന്നു. നമ്മുടെ ഹൈസൂട്ടി ന്യൂസ് ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഹൈസൂട്ടി ലാസ്റ്റ് അവിടെ ഇരുന്ന് കളിയായി. കുറേ നേരം കളിച്ചു. ഭയങ്കര രസമായിരുന്നു. രണ്ടുപേരും ആ DJ ഒക്കെ ഉണ്ടായതുകൊണ്ട് കുട്ടികൾക്ക് അത് എൻജോയ് ചെയ്യാമായിരുന്നല്ലോ. നന്നായിട്ട് അവരിങ്ങനെ കളിച്ചു വരികയായിരുന്നു. ഒരു 60 അടി പൊക്കത്തിൽ, അതായത് 200 മീറ്റർ നീളത്തിലാണ് ഈ വാട്ടർഫോൾസ് ഉള്ളത്. എന്ത് നന്നായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ദുബായിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പലരും പറയുന്ന അതുപോലൊരു കാര്യം നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കൊല്ലം ജില്ലയിൽ വന്നപ്പോൾ പിന്നെ നമുക്ക് പോകാതിരിക്കാൻ സാധിക്കുമോ? അവരത്രയും ബുദ്ധിമുട്ടിയൊക്കെ ഇത് സെറ്റ് ചെയ്തപ്പോൾ നമ്മളൊക്കെ കണ്ടവരെ മോട്ടിവേറ്റ് ചെയ്യണമല്ലോ. കണ്ടില്ലേ, ഹൈസൂട്ടി അവിടെ നിന്ന് ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇടയ്ക്ക് അവിടെ വിശ്രമിക്കാനുള്ള സ്പേസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ ഇരിക്കാം. എന്നിട്ട് വാട്ടർ വരുന്നതനുസരിച്ച് പിന്നീട് വീണ്ടും പോയി കളിക്കാം. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ എൻജോയ് ചെയ്യാവുന്നതാണ്. ഇത്ര ടൈം ലിമിറ്റ്സ് ഒന്നുമില്ല. കുറച്ച് നേരം കളിച്ചെന്ന് കരുതി നമ്മളെ ഇറക്കി അടുത്ത ആൾക്കാരെ അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ചെന്നിട്ട് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. കുറച്ച് നേരം നമ്മൾ കളിക്കുന്നു, പിന്നീട് അവർ ബ്രേക്ക് കൊടുക്കുന്നു, പിന്നീട് ഒരു 5 minutes കഴിയുമ്പോൾ വീണ്ടും അത് വരുന്നു. നമുക്ക് അത്രയും നേരം വീണ്ടും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്കൊരു 200 rupees കൊടുത്തെങ്കിൽ പോലും നന്നായിട്ട് വെള്ളത്തിൽ എൻജോയ് ചെയ്ത് കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ശരിക്കും അവിടെ നിന്ന് എൻജോയ് ചെയ്യാം. കാരണം രാവിലെ ഇപ്പോൾ ഉച്ച തൊട്ട് വൈകിട്ട് വരെ അവിടെ നിന്ന് കളിച്ചാലും ആരും ഒന്നും പറയില്ല. അത്രയും സമയം നമുക്ക് കളിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ ഡ്രസ്സൊക്കെ ആയിട്ടാണ് പോയത് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് ഇവിടെ കുട്ടികൾക്കല്ല എല്ലാവർക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള റൂമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. പെട്ടെന്ന് ഒരു ക്വിക്കായിട്ട് ചെയ്തുവെങ്കിലും അതൊക്കെ അവർ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട്. ഹൈസുവിനെ ഒന്നും വിളിച്ചിട്ട് ഹൈസു വരുന്നില്ലായിരുന്നു കേട്ടോ. തിരിച്ച് വരാൻ ഹൈസു കൂട്ടാക്കുന്നേ ഇല്ലായിരുന്നു. രണ്ടുപേരും കുറേ കളിച്ചു. ഇടയ്ക്കിടയ്ക്ക് കളിക്കും, പിന്നെയും ഇത്തിരി നേരം റെസ്റ്റ് എടുക്കുന്നു, വീണ്ടും പോയി കളിക്കുന്നു. പിന്നീട് ഈ വെള്ളം ഒരു ബ്രേക്ക് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ വെള്ളമില്ലല്ലോ, അപ്പോൾ വിശാലമായിട്ട് അവിടെ പോയി നിന്ന് ഫോട്ടോ എടുക്കാമായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ആ സമയം. അതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രത്യേകതയാണ് നിങ്ങളീ കാണുന്നതാണ് അഡ്വഞ്ചറായിട്ടുള്ള സ്കൈ ഡൈവിങ്. ആകാശത്തിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. ആകാശത്തിരുന്ന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാം. അവിടെ ഇരുന്ന് നൈറ്റാണെന്ന് തോന്നുന്നു അതൊക്കെ ഓപ്പൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നേരെ അവിടെ ഇരുന്നാൽ നമുക്ക് നല്ലൊരു വ്യൂ, ഇതിൻ്റെ ഫുള്ള് വ്യൂ കാണാൻ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു ബേഡ്സിൻ്റെ ഒരു കൂടാരത്തിലേക്കാണ് പോയത്. വെറൈറ്റി ടൈപ്പ്, പല ടൈപ്സ് ഓഫ് ബേഡ്സ് ആയിരുന്നു. നിങ്ങളൊന്ന് നോക്കിക്കേ, എന്ത് രസകരമായിട്ട് അവരത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കിളിക്കൂടുകളും
ആ ഒരു ഇലയും ആ ഒരു കൊമ്പുകളും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ ബേഡ്സ് ഉണ്ടായിരുന്നു, കുറേ ബേഡ്സ്, കണ്ടിട്ടും തീരുന്നില്ല, അത്രയും ബേഡ്സ് ഉണ്ടായിരുന്നു. അതും അവർ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്ന, വീഡിയോ എടുക്കുന്ന, ഇതിനെല്ലാം അവർ അനങ്ങാതെ ഇങ്ങനെ ഇരുന്ന് തരുന്ന പോലെ അത്രയും നന്നായിട്ട് രസകരമായിരുന്നു. ഹൈസൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായ ഹൈസൂട്ടി ഓടി നടന്ന് ഈ കിളികളെയൊക്കെ ഇങ്ങനെ കാണുകയായിരുന്നു. കുട്ടികൾക്കൊക്കെ ശരിക്കും ഇഷ്ടമാവും, ഈ ബേഡ്സിനെയൊക്കെ കുറേ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അത്രയും രസമായിരുന്നു. നോക്കെ വെറൈറ്റി ടൈപ്സ് ആയിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ അഡ്വഞ്ചറായിട്ടുള്ളത്. സ്നേക്ക് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് നമ്മുടെ അവിടുത്തെ ഒരു പ്രത്യേകതയായ പോക്കറ്റ് മങ്കി, ലോകത്തിലെ ഏറ്റവും ചെറിയ മങ്കിയായിരുന്നു, അതുണ്ടായിരുന്നു. അപ്പോൾ സ്നേക്കിനെ കണ്ടപ്പോഴത്തേക്ക് ഐനൂസിന് അതിനെ എടുക്കണമെന്നായി, അതിനെ പിടിക്കണമെന്നായി. പിന്നെ ഐനൂസ് അങ്ങനെ അതൊക്കെ എടുത്തു, അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മളൊരു ഗാർഡനിലേക്കാണ് ഗൈസ് പോയത്. ഈ ഗാർഡൻ കണ്ടാൽ നമുക്ക് പറയാൻ കഴിയുമോ അവരത് ക്രിയേറ്റീവായിട്ട് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഡയറക്റ്റ് ഒരു സൂര്യകാന്തി പാടത്തിലേക്കൊക്കെ പോകുന്ന അത്രയും ഭംഗിയായിട്ടായിരുന്നു അത് നിന്നിരുന്നത്. കണ്ടില്ലേ, ഹൈസൂട്ടി അതിനിടയിൽ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹണി ബീസിനെയൊക്കെ എന്ത് രസമായിട്ടാണെന്നറിയാം അവർ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അത് മൂവ് ചെയ്യുന്നതുകൊണ്ട് അത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ഒരു പൂവിൽ വന്ന തേൻ കുടിക്കുന്ന അത്രയും മനോഹരമായിട്ട്, പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂക്കൾ അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചം, പല കളേഴ്സിലായിരുന്നു പൂക്കളെല്ലാം തന്നെ ഉള്ളത്. നമ്മുടെ പലതരത്തിലുള്ള പൂമ്പാറ്റകളെയും വണ്ടുകളെയും ഒക്കെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കാണുന്ന ആ ഒരു വണ്ടിൻ്റെയൊക്കെ പോലെ തന്നെ അത്രയും ക്ലീൻ ആൻഡ് ക്ലിയർ ഒബ്സർവേഷനിലൂടെ മാത്രമേ നമുക്ക് ഇത്രയും നന്നായിട്ട് അത് ചെയ്തു വെക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരു ചെറിയ സാധനത്തെ ഇത്രയും വലുതാക്കി, ഇത്രയും വിശാലമാക്കി ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ പറയുക, അവർക്ക് കൺഗ്രാറ്റ്സ് കൊടുക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ സൂര്യകാന്തിയൊക്കെ കണ്ടിട്ട് സഹിക്കുന്നില്ല. അപ്പം ഞാനും ഇടയ്ക്ക് കയറി ഇരുന്ന് പൂവിൻ്റെ ഇടയിലൊക്കെ കയറി ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമ്മൾ 200 rupees കൊടുത്താലും ഇതൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് ഇതൊക്കെ കാണിക്കുമ്പോൾ അത് വർത്താണ്. കാരണം എത്ര നേരം വേണമെങ്കിലും കളിക്കാം. പിന്നെ ഈ പൂന്തോട്ടവും ഇതൊക്കെ ഇന്നത്തെ കുട്ടികൾ ഇത്തരം വണ്ടുകളെയോ അല്ലെങ്കിൽ പലതരം പൂമ്പാറ്റകളെയൊക്കെ കാണാൻ അവസരങ്ങൾ കുറവല്ലേ. കുഞ്ഞുങ്ങൾ കൂടുതലും ഫ്ലാറ്റിലും അതുപോലുള്ള ഒരു റൂമിനുള്ളിൽ തന്നെ ഇരിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ റിയലായിട്ട് കാണുന്ന അത്രയും കണ്ടില്ലേ, നമ്മുടെ പച്ചപ്പുൽച്ചാടി അതിനെയൊക്കെ എന്ത് രസമായിട്ട് അത് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. പിന്നീട് നമ്മളെ അതിലും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് കൊണ്ടുപോയത്. കണ്ടില്ലേ, നമുക്ക് ഫോട്ടോയ്ക്ക് നമ്മുടെ കൂടെ പോസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞു, ടാറ്റയൊക്കെ പറഞ്ഞു. വിന്നിയും മെർമേഡ്സ് 2-3 അവിടെ അവൈലബിൾ ആയിരുന്നു. അവരുടെ മുന്നിലൊക്കെ പോയി നമുക്ക് ഫോട്ടോസ് എടുക്കാം. അതൊക്കെ കണ്ടപ്പം എന്താ പറയുക, സന്തോഷവും തോന്നി, പിന്നെ അവരെ ഓർത്ത് കുറച്ച് വിഷമവും തോന്നി. എത്ര നേരമല്ലേ അവരിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഓരോരുത്തരും വരുന്നു, അവർക്കെല്ലാം ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അവരുടെ കൂടെ ഇങ്ങനെ നിന്ന് കൊടുക്കുന്നു. അതൊക്കെ കണ്ടപ്പം കുറച്ച് സങ്കടവും തോന്നി കേട്ടോ. കാണാനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിനുശേഷം വലിയൊരു ബോട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് സെറ്റ് ചെയ്തിരിക്കുന്നു. ഐനൂസും ഹൈസും ഓടിപ്പോയി അത് ഓടിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ പണ്ടത്തെ ആ ഒരു പഴമയെ ഓർമ്മിപ്പിക്കുന്ന പലതരം അതിലുപയോഗിക്കുന്ന സാധനങ്ങളുമൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. ഐനൂസ് ഓരോന്നും ചെന്നത് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു വലിയ കാര്യമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് ലഭിക്കാതെ പോകുന്ന പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കുട്ടി കാര്യങ്ങളിലൂടെ അവർക്ക് കിട്ടുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം നിന്നു. അതിനുശേഷം നമ്മളെ അതിശയിപ്പിക്കുന്ന മറ്റൊരു ഘടകമായിരുന്നു ഈ ഊഞ്ഞാൽ, ബട്ടർഫ്ലൈ വെച്ചൊരു ഊഞ്ഞാൽ. അത് രസകരമായി തോന്നി കേട്ടോ. അതിലൊക്കെ ക്യൂ നിൽക്കുമായിരുന്നു ആൾക്കാർ. ഒരാളിങ്ങനെ ഇരിക്കൂ, അടുത്ത ആൾ ഓടി വന്നിരിക്കുന്നു. അത്രയും സ്പീഡപ്പായിട്ടായിരുന്നു അവിടെ കാര്യങ്ങൾ നടന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടിയതിന് ശേഷം നമ്മൾ നേരെ പോയത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷോപ്സിലോട്ടായിരുന്നു. പലതരം ഷോപ്പുകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഗൈസ്. ഒന്ന് മാറി നമ്മൾ കണ്ട് കുഴഞ്ഞു. ഹൈസൂട്ടി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അനങ്ങാതെ നിന്ന് പിന്നെ ഹൈസൂട്ടിക്ക് ബോറടിക്കാൻ തുടങ്ങി. കാരണം ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റേ ഉള്ളു എക്സിറ്റ്. അതിൻ്റെ ഇടയ്ക്കൊന്നും നമുക്ക് ചാടിപ്പോരാനൊന്നും പറ്റില്ല കേട്ടോ. എല്ലാ ടൈപ്പും നമുക്കൊരു വീട്ടിലേക്ക് ഒരു മനുഷ്യന് എന്തൊക്കെ വേണം അതെല്ലാം ഇവിടെ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ പറയുന്നതായിരിക്കും ഈസി.
ഇന്ന സാധനമൊന്നുമില്ല, എല്ലാ ടൈപ്പ് ഓഫ് സാധനങ്ങളും അവൈലബിൾ ആയിരുന്നു. ആവശ്യമുള്ളവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാം. ചില സാധനത്തിനൊക്കെ വളരെ വില കുറവായിരുന്നു, എന്നാൽ മറ്റ് ചിലതിന് ഇരട്ടി വില മേടിക്കുന്നതായും കണ്ടു. എന്തായാലും പലതരം അച്ചാറുകൾ കണ്ടില്ലേ, എന്തോരം ടൈപ്പ് ഓഫ് അച്ചാറുകളാണ്. അതുപോലുള്ള നമ്മുടെ കൃഷി ഐറ്റംസ് ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു, പിന്നെ വളയും മാലയും അതുപോലുള്ള സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഫേർണിച്ചർ ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൽവാസ് ഉണ്ടായിരുന്നു. ഈ കിളിക്കൂടെ എനിക്കൊരു ഡിഫറെൻ്റായി തോന്നി കേട്ടോ. നമ്മൾ ഇത്രയും നാൾ കണ്ടതിലും ഒരു വേറിട്ട നിൽക്കുന്ന ഒരു ടൈപ്പായി തോന്നി. അതൊക്കെ രസകരമായിരുന്നു. പിന്നെ പലതരം ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ സാധനങ്ങൾക്കും ഒത്തിരി ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. സ്വീറ്റ്സ് ഉണ്ടായിരുന്നു പലതരത്തിലുള്ളത്. നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി കേട്ടോ. കുക്കീസ് ഉണ്ടായിരുന്നു. പിന്നെന്താ ലാസ്റ്റ് നമ്മൾ കാണുന്ന ഒരു വലിയ ഫുഡ് കോർട്ടാണ്. അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്, വെറൈറ്റി ടൈപ്സ് ഓഫ് ഫുഡ് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇത്തിരി കുറച്ചൊക്കെ അവിടുന്ന് ഫുഡൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ പുറത്തോട്ട് വരികയാണ്. അവിടെ പിന്നെ കുട്ടികളുടെ ലോകമായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള പലതരം ഉപകരണങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ അതിലേക്ക് കളിപ്പിച്ച് ഞങ്ങൾ പുറത്തേക്ക് വരികയാണ്. എക്സിറ്റായി നമ്മൾ സറിയിൽ വാട്ടർഫാളൊക്കെ കളിച്ചതിന് ശേഷം ഇപ്പം നമ്മൾ ഇച്ചിരി നേരം ബീച്ചിലൊക്കെ പോയിരുന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകണേ. വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.